ഞാനൊരു ക്വസ്റ്റ്യൻ ഒരു ഫൈൻഡ് ദ ഡ്യുവൽ ഓഫ് ദ പ്രോബ്ലം അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡ്യുവാലിറ്റി ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നമുക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഫൈൻഡ് ദ ഡ്യുവൽ ഓഫ് ദ പ്രോബ്ലം എന്നായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ സാധാരണ LPPയിൽ തരുന്ന പോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. Z is equal to 3x1 plus x2 plus 2x3 സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രെയിനുകൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഫൈൻഡ് ദ ഡ്യുവൽ നമുക്ക് രണ്ട് മെത്തേഡുകളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇത് സോൾവ് ചെയ്യാനായിട്ട് ഗ്രാഫിക്കൽ മെത്തേഡും പിന്നെ സിംപ്ലക്സ് മെത്തേഡുമാണ്. അതേപോലെ തന്നെ ഇതിൽ ഫൈൻഡ് ദ ഡ്യുവൽ ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടും മൂന്നാമതൊരു ടൈപ്പ് ക്വസ്റ്റ്യനും വരാം. ആ ഡ്യുവൽ ഓഫ് ദ പ്രോബ്ലം ചെറിയ മാർക്കിന് വരുന്ന ക്വസ്റ്റ്യനാണ്, പക്ഷേ അത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. സിമ്പിളാണ്, ഒറ്റയടിക്ക് നമുക്കിത് ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് തന്നെ വെറുതെ ആൻസറിലേക്ക് എത്താം, പക്ഷേ അതിന് സ്റ്റെപ്സ് ആയിട്ട് എഴുതണം എന്നാലേ മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. മാക്സിമൈസ് Z is equal to ഈ ഇസഡിൻ്റെ കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ 3, 1, 2 എന്നുള്ളത് നമ്മളൊരു ബ്രാക്കറ്റിലാക്കി എഴുതുന്നു. x1, x2, x3 എന്ന് പറയുന്നത് അടുത്ത ബ്രാക്കറ്റായിട്ട് എഴുതുന്നു. ഓക്കെ, സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്, ഓരോ കൺസ്ട്രെയിനുകളുടെയും കോഎഫിഷ്യൻസ് 1, 1, 1, 2, 0, 1, 0, 1, 3 എന്നുള്ളത് ഞാനിങ്ങനെ ബോക്സിലാക്കി എഴുതുന്നു. ഓക്കെ, ഇവിടെ x2 ഇല്ല, അപ്പോൾ അവിടെ ഞാൻ 0 ഇട്ടു. ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ x1 ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 0 ഇട്ടു. ഓക്കെ, അങ്ങനെ ഒരു മെട്രിക്സ് ആക്കി. ദെൻ സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത് x1, x2, x3 ആണ്. പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണല്ലോ ക്വസ്റ്റ്യനിൽ, അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. പിന്നെ ഇതിൻ്റെ ഈ കൺസ്ട്രെയിനുകളുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സാധനങ്ങൾ 5, 10, 15 എന്നുള്ളതും അതും മെട്രിക്സ് ആക്കി മാറ്റി. ഓക്കെ, ഇനി നമ്മൾ ഇത് ഇത്രയും ക്വസ്റ്റ്യൻ തന്നെ നമ്മളതിനെ ഒന്ന് മെട്രിക്സിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയതാണ്. ഇനി ഡ്യുവൽ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് മാക്സിമൈസ് ആയിരുന്നത് മിനിമൈസായി, Z എന്നുള്ളത് Z' ആയി. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന 3x1 പ്ലസ് x2 പ്ലസ് 2x3 എന്നുള്ളതാണല്ലോ നമ്മൾ 3, 1, 2 എന്ന് എഴുതിയത്. അതിന് പകരം ഇനി എഴുതാൻ പോകുന്നത് ഈ കൺസ്ട്രെയിനുകളുടെ സൈഡിൽ കിടന്നിരുന്ന നമ്പർ ഉണ്ടല്ലോ 5, 10, 15, അതായിരിക്കും നമ്മൾ മിനിമൈസ് Z' is equal to 5, 10, 15. x1, x2, x3ക്ക് പകരം y1, y2, y3, എക്സുകളെല്ലാം y ആയി മാറി, y1, y2, y3. ഓക്കെ, ഇനി സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ബോക്സ് തന്നെ തല തിരിച്ചിട്ടതായി, റോ കോളം റോയും ആയി മാറി. 1, 2, 0 എന്നുള്ളത് 1, 2, 0 ആയി. 1, 0, 1 എന്നുള്ളത് 1, 0, 1 ആയി. 1, 1, 3 എന്നുള്ളത് 1, 1, 3 ആയി. ഇനി x1, x2, x3 എന്നുള്ളത് y1, y2, y3 ആയി. ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആയി. 5, 10, 15 എന്നുള്ളത് 3, 1, 2 ആയി മാറി. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു, ഇതിങ്ങോട്ടും പോയി ഇതിങ്ങോട്ടും വന്നു. ഓക്കെ, ഇനി അതിന് ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? മിനിമൈസ് Z is equal to 5y1 plus 10y2 plus 15y3. ഓക്കെ, സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്. ഇനി എക്സുകളുടെ സ്ഥാനത്തെല്ലാം y വരണം കേട്ടോ. y1 പ്ലസ് 2y2, y3 ഇല്ല, 0y3, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, അടുത്തത് y1 പ്ലസ് 0y2 പ്ലസ് y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അടുത്തത് y1 പ്ലസ് y2 പ്ലസ് 3y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇത്രയും എഴുതിയാൽ മതി. ഇത് സിമ്പിളാണ്, ഒറ്റയടിക്ക് ഈ സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ട് തന്നെ മാറ്റാൻ പറ്റും. മാക്സിമൈസ് ഉള്ളത് മിനിമൈസായി, മിനിമൈസ് Z' is equal to ഈ എക്സുകളുടെ സ്ഥാനത്തെല്ലാം ഇനി വൈകൾ വരും. 3, 1, 2 എന്നുള്ളത് ഈ സ്ഥലത്തേക്ക് വരും. ഈ 5, 10, 15 എന്നുള്ളത് ഇവിടേക്കും വരും. അപ്പോൾ ഒറ്റയടിക്ക് ഈ സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട് എഴുതാൻ പറ്റും. എന്തെന്നാ 5y1 പ്ലസ് 10y2 പ്ലസ് 15y3 സബ്ജക്റ്റ് ടു